ഹായ് ഫ്രണ്ട്സ്, മീനൂസ് കിച്ചൺ ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. മസാല ഫ്രൈഡ് ഫിഷ് ഗ്രേവി. എങ്ങനെയാണ് മസാല മീൻകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. മസാല മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചൂരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീനിൽ വേണമെങ്കിലും ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഇതൊരു 10-12 കഷ്ണമുണ്ട്. ഈ ഒരു തിക്നെസ്സിലും മുറിച്ചെടുത്ത ചൂരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഈ മീനൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് 1/2 നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യമായ ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടികൾ ചൂടാക്കാനായി ഞാനൊരു കടായി സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യമായി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകമാണ് ആഡ് ചെയ്യുന്നത്. ഹോൾ ജീരകമാണ് നല്ല ജീരകം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ പൊടി ചേർക്കാവുന്നതാണ്. 5 വറ്റൽമുളക് ആഡ് ചെയ്യുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകിന്റെ അളവ് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മല്ലി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ആക്കുക. ഇനി ഇത് മീഡിയം തീയിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. മസാല നന്നായി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് ആയി. ഈ പാനിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീനിന്റെ പീസുകൾ വെച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ട് 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. ആ മസാല മീനിനകത്തൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീൻ വറുത്ത എണ്ണ ഉണ്ടല്ലോ, അതൊഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ നന്നായിട്ട് ഈ എണ്ണയിലേക്ക് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് എണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഗ്രേവി ഒന്ന് തിളയ്ക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഈ സമയത്ത് ഒരു ചെറിയ സൈസ് പിഴുപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം. പിഴുപുളിയാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത്. ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മീൻകറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു പരിപാടിയും കൊണ്ടേ ഒരു 3 ടേബിൾ സ്പൂൺ കട്ടിപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതൊന്ന് ചൂടായാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അതിന് മുന്നായിട്ട് പകുതി കഷ്ണം തക്കാളി, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ചേക്കുക. ഈ ചൂടിലിരുന്ന് ആ തക്കാളി അങ്ങ് കുക്കായിക്കോളും. അങ്ങനെ നമ്മുടെ മസാല മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് പാടുണ്ട് മീൻ വറക്കുകയും മസാല തയ്യാറാക്കുകയും ഒക്കെ ചെയ്യാനായിട്ട്. പക്ഷേ നല്ല ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ നല്ല മീൻകറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക്